പ്രിയ ദേശനിവാസികളെ, കര കാണാതെ ആഴിയിൽ വലയുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. നോക്കുവിന് സമുദ്രത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ പോലെ നമ്മൾ കഷ്ടം സഹിക്കുകയാണ്. നാല് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? തിരമാലകളുടെ ഗഹുരങ്ങളും തിരമാലയുടെ ഹുങ്കാരങ്ങളും കൊടുങ്കാറ്റിന്റെ ഇരമ്പലും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറഞ്ഞു, നീ എന്താണ് ഒരു സമുദ്രത്തിന്റെ മടിത്തട്ടിലും സമുദ്രത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യനാണ്. ചുറ്റോട് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സമാധാനത്തിന്റെ ഒന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ഒരു പ്രതിഫലനവും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, നീ എന്റെ അടുക്കലേക്ക് വരിക, ഞാൻ ഇതിനക്കരെ നിന്നെ കടത്തിക്കൊള്ളാം. ഒരിക്കൽ യേശുക്രിസ്തുവിനോട് കൂടെ അവന്റെ ശിഷ്യന്മാരുമായിട്ട് ചേർന്ന് ഒരു പടകിൽ യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അസാധാരണമായിരിക്കുന്ന കാറ്റും കോളും ഉണ്ടാവുകയാണ്. അവർക്ക് അക്കരെ കരപറ്റുവാൻ കഴിയാത്തവണ്ണം ദുസ്സഹമായിട്ട് വഞ്ചി മറിയുവാനുള്ള സമയമായിരുന്നപ്പോഴേ അവർ യേശുക്രിസ്തുവിനെ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുന്ന യേശുക്രിസ്തുവിനെ ഉണർത്തിയിട്ട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിരോധമില്ലയോ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു ഉണർന്ന് കാറ്റിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കടലെ നീ ശാന്തമാകുക എന്ന് കൽപ്പിച്ച മാത്രയില് കാറ്റും കടലും കൂടെ ശാന്തമായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം നമ്മളിതാ മലമുകളിൽ താമസിക്കുന്നവരാണ്. ഇവിടെ സമുദ്രവുമില്ല, തടാകവുമില്ല. എന്നാൽ നമ്മുടെ ജീവിതം എന്താണ്? ഒരു തടാകത്തിൽ, ഒരു കൊടുങ്കാറ്റില്, അല്ലെങ്കിൽ എന്താണ്, ഒരു ആഴിയുടെ സമുദ്രത്തിന്റെ നടുവിൽ കൂടെ കൊടുങ്കാറ്റിൽ ഉലയുന്ന ഒരു വഞ്ചിയിൽ, ജീവിതം എന്ന വഞ്ചിയിൽ നമ്മൾ ഉലഞ്ഞ് അകന്നു പോകുകയാണ്. നമുക്കൊരു സമാധാനം വേണമോ? നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ യേശുക്രിസ്തുവിന്റെ വിചാരമുണ്ട്. എന്നാൽ നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന, നാശത്തിൽ നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിപ്പാൻ നിനക്ക് മനസ്സ് വന്നില്ല. അതെ, അവരെന്താണ്? കഷ്ടമായിരിക്കുന്ന, കഠിനമായിരിക്കുന്ന അനുഭവത്തില് അവർ യേശുക്രിസ്തുവിനോട് വിളിച്ചപേക്ഷിച്ചു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയപ്പെട്ട, യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകല ആൾക്കാരെയും സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങൾ അതിന്റെ സാക്ഷികളും. നശിച്ചു പോയവര് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഏത് നിമിഷം തകർന്നു പോകാവുന്ന പ്രിയപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഞങ്ങളെ വീണ്ടെടുത്തു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് അവന്റെ ഉള്ളംകരകൾ ഞങ്ങളെ ഭദ്രമാക്കി സൂക്ഷിച്ചു. അതേ പ്രിയപ്പെട്ട, ജീവിതമാകുന്ന തോണിയിലും ഈ ജീവിതമാകുന്ന മഹാസമുദ്രത്തിൽ കൂടെ നമ്മൾ അലയുമ്പോഴേ അതിൽ നമ്മളെ സമാധാനത്തിന്റെ തീരത്തിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഏകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ ഘോഷിക്കുന്നു. അവൻ നിങ്ങളുടെ സമാധാനം, അവൻ നിങ്ങളെ രക്ഷിക്കുന്നവന്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം വേണമെങ്കിൽ ആ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊള്ളുവേൻ. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെ സ്നേഹിക്കുന്നു? സ്വന്തം പ്രാണനെ നൽകി തന്ന് സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലെ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിയോടുകൂടെ തന്നെ പ്രാണനെ ഉപേക്ഷിച്ച് കളയുമ്പോഴേ അതിന്റെ ഉത്തരവാദി നമ്മളാണ്. നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട്, എന്നെ സ്നേഹിച്ചുകൊണ്ട് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു സ്വർഗത്തിൽ നിന്നൊരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് മരിച്ചിരിക്കുന്നുള്ള നല്ല വാർത്ത നിങ്ങളോട് അറിയിക്കുന്നു. അതേ, നിങ്ങളിനെയും പിശാചിനെ ഭയപ്പെടേണ്ട. നിങ്ങളിനെയും ജീവിതത്തിന്റെ കഠിനമായിരിക്കുന്ന വേദനകൾ കൂടെ കടന്നു പോകുമ്പോൾ ആത്മഹത്യയെ പറ്റി ചിന്തിക്കേണ്ട. നിങ്ങളിനി നിങ്ങളുടെ ജീവിതത്തിന്റെ ദുസ്സഹമായിരിക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആരും എനിക്ക് സഹായകമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട കാര്യമില്ല. നിനക്കൊരു സഹായകനുണ്ട്. യേശുക്രിസ്തു എന്നാണ് അവന്റെ നാമം. അവൻ ഇതാ ഇന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങളെ ഏറ്റ് മരിച്ചുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ ഇന്നും ജീവിക്കുന്നു. ആകിയാൽ പൈശാചിക ഭയത്തിലായിരിക്കുന്നവരെ, കടബാധ്യതയിലായിരിക്കുന്നവരെ, നാളെ പറ്റി ഭാരത്തോടും വിചാരത്തോടും കൂടെ ഉഴലുന്നവരെ, കുടുംബജീവിതം തകർന്നു പോയവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രം. അതേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളാരെങ്കിലും ബുദ്ധിഹീനന്മാരായിട്ട് അവരെന്താണ് ഒരു പരീക്ഷകളും ജയിക്കാതെ കഠിനമായിരിക്കുന്ന ആ നിന്നയിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു, അവൻ ഇതാ നിനക്ക് ജ്ഞാനം തരും. അവന്റെ വചനം നിന്നെ ജ്ഞാനപൂർണ്ണനാക്കുമെന്ന് വചനം പറയുന്നു. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവ് യേശുക്രിസ്തുവിലുണ്ട്. അവനിലല്ലയോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത്. എല്ലാ ജാതി മതസ്ഥരും ദൈവത്തെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നില്ല. എന്നാൽ മരിച്ചു പോകുന്നതും പുഴുവരിച്ചു പോകുന്നതുമായിരിക്കുന്ന ശരീരമുള്ള ചില മനുഷ്യരെ അവർ ദൈവമായിട്ട് കണ്ടു. അവരൊക്കെ മരിച്ചുപോയി, എങ്ങോട്ട് പോയി നമ്മൾ അറിയുന്നില്ല. അവരൊക്കെ ദ്രവിച്ച ശരീരം അഴുകിപ്പോയി. എന്നാൽ യേശുക്രിസ്തു മരിച്ചവനെങ്കിലും 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവൻ, ലോകത്തിൽ ദ്രവിച്ചു പോകാത്ത ഏക വ്യക്തി യേശുക്രിസ്തു മാത്രം. അതുകൊണ്ട് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് വഴി അവൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മനസാക്ഷിയെ ഇന്നും കളങ്കപ്പെടുന്ന നമ്മുടെ പഴയകാല നമ്മൾ ചെയ്ത ഓരോ പാപ സ്വഭാവങ്ങളും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭയങ്കരമായിരിക്കുന്ന ആ ദുർസ്വപ്നങ്ങൾക്ക് ഉറവിടമായിരിക്കുന്ന നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുവാന് ഒരുവൻ നമുക്ക് വേണം. യേശുക്രിസ്തുവിന്റെ രക്തം അതിന് ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, ആ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് നമ്മുടെ മനസാക്ഷിക്ക് സമാധാനം നൽകി തരുവാൻ കഴിയത്തുള്ളൂ. ആകിയാൽ
എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് മരിക്കുകയും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവന് അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഒരു നാളും ഇനിയും ഇല്ലാതെയായിട്ട് തീരുന്നില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഇനി മരണത്തിന് അവനെ പിടിച്ചു വെക്കുക സാധ്യവുമല്ല. അവൻ എന്നേക്കും ജീവിക്കുന്ന സത്യദൈവമാകുന്നു. അവന്റെ നാമം വിളിച്ചപേഴ്ത്തി രക്ഷിക്കപ്പെട്ടുകൊള്ളുവെന്ന് സകല ജാതികളോടും ദൈവത്തിന്റെ ആത്മാവിൽ കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെട്ടുകൊള്ളുവെന്ന് ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത, രാഹുകാലത്ത് എന്ന് പോലും രക്ഷിപ്പാൻ കഴിയാത്ത, ഇന്നവരെ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനമോ പാപ സ്വഭാവത്തിന് രക്ഷ നൽകി തരുവാനോ നിങ്ങളുടെ കുടുംബ തകർച്ചകൾക്ക് ആശ്വാസം നൽകി തരുവാനോ കഴിയാത്ത, പൈശാചിക ഭയത്തിൽ നിങ്ങളെ വീണ്ടെടുപ്പാൻ കഴിയാത്ത, ക്രിസ്തീയ മതം ഉൾപ്പെടെയുള്ള പൈശാചികമായിരിക്കുന്ന എല്ലാ മതഭക്തികളെയും വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന് ഈ ആകാശത്തിന്റെ ഭൂമിയുടെ നാഥനായിരിക്കുന്ന ക്രിസ്തു മരിച്ചുവെങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് മാനസാന്തരപ്പെട്ട് അവങ്കിലേക്ക് തിരിഞ്ഞ് അവന്റെ രക്ഷ കരസ്ഥമാക്കിക്കൊള്ളുവിന്. കർത്താവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവമില്ലാതെ ഭൂമിയിൽ അലയുന്നവന് എന്നെ സഹായിക്കണമേ, നീ എന്റെ രക്ഷകനല്ലയോ, നീ എന്റെ ദൈവമല്ലയോ എന്ന് അവനോട് പറഞ്ഞ് അവനോട് എന്നെ രക്ഷിക്കുവാൻ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ ശക്തിയുള്ള ദൈവമാകുന്നു. അവന്റെ മുമ്പിൽ മടങ്ങാത്ത ഒരു മുഴങ്കാലുമില്ല, അവന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഒരു അധികാരങ്ങളുമില്ല. ആകാശത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക അധികാരങ്ങളാകട്ടെ, ലോകത്തിൽ ഉന്നതന്മാരായിരിക്കുന്ന മനുഷ്യരാകട്ടെ, എല്ലാവരും യേശുക്രിസ്തുവിന്റെ കാൽ കീഴിൽ അമർന്നിരുന്നേ പറ്റു. പ്രിയപ്പെട്ടവരെ, സകല ഭാഷകൾക്കും അധികാരങ്ങൾക്കും യേശുക്രിസ്തു തലയാകുന്നു. ആകിയാൽ നോക്കുവിന് ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് യേശുക്രിസ്തുവാകുന്നു. ആ യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ തിരിച്ച് അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ അവൻ സമ്പൂർണ്ണമായിട്ട് നിന്നെ രക്ഷിക്കുന്നവനും അവൻ സമ്പൂർണ്ണമായിട്ട് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്നവനുമാണ്. ആവട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക, യേശുക്രിസ്തുവിനോട് വിളിച്ചപേക്ഷിക്കുക, കർത്താവെ എന്നെ സഹായിക്കണമേ. പള്ളികളിലെ കുരിശുമുട്ടിലല്ല പ്രിയപ്പെട്ടവരുടെ കർത്താവില്ല, പള്ളികൾക്കുള്ളിലും കർത്താവ് വസിക്കുന്നില്ല. യേശുക്രിസ്തു വസിക്കുന്നത് അവന്റെ നാമത്തിൽ 2 or 3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ വരാമെന്നാണ് വാഗ്ദത്തം. ആകിയാൽ യേശുക്രിസ്തു എവിടെയുണ്ടോ അത് ദൈവാലയമാണ്, യേശുക്രിസ്തു എവിടെയുണ്ടോ അത് ദൈവത്തിന്റെ മഹത്വമാണ്. ആകിയാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് അവനെ മാത്രം രക്ഷകനും കർത്താവും ദൈവവുമായിട്ട് അംഗീകരിച്ച് അവനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കും. യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വന്ന് വസിക്കുമെന്ന്. അയ്യോ, പാപിയായിരിക്കുന്നവനെ, കള്ളുകുടിയനായിരിക്കുന്നവനെ, മറ്റുള്ളവരുടെ വഴക്കുണ്ടാക്കുന്നവനും നിരാശപ്പെട്ട് ഉഴലുന്നവനുമായിരിക്കുന്നവനെ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവൻ നിന്റെ ഉള്ളത്തിൽ വന്ന് വസിക്കാമെന്ന്. ഇതിനേക്കാളും വലിയൊരു സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തി മാനസാന്തരപ്പെട്ടുകൊള്ളുവൻ, സ്നാനമേറ്റവന്റെ ആത്മാവിനെ പ്രാപിച്ച് രക്ഷ പ്രാപിച്ചുകൊള്ളുവന്. അങ്ങനെ സ്നാനമേറ്റവരെല്ലാവരും ചേർന്നിരുന്നുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്നുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തും. നമുക്ക് വേണ്ടി മരിച്ചതിന് ശേഷം ഒരു സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. അത് യേശുക്രിസ്തുവിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. ഒരു പാപിക്കും ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ വാസം ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ പാപികളായിരിക്കും നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം ലഭിച്ച് നമ്മൾ വിശുദ്ധന്മാരായിട്ട് സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കാം. നാളെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ലോകം അവസാനിക്കും, മരിച്ചവർ ഉയർത്തെഴുന്നേക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചവരെല്ലാവരും നാളെ ഉയർത്തെഴുന്നേക്കുന്ന ഒരു ദിവസമുണ്ട്. അത് നിങ്ങളുടെ രഹസ്യങ്ങളും പാപങ്ങളും അവൻ പരസ്യപ്പെടുത്താതിരിക്കേണ്ടതിനും നിന്റെ രഹസ്യങ്ങളും പാപങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ വീണ്ടും ജീവിക്കാതിരിക്കേണ്ടതിനും ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം നേടുവാൻ അവന്റെ അടുക്കലേക്ക് ചെല്ലുവിന്. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ രഹസ്യങ്ങളും പരസ്യമായിരിക്കുന്ന എല്ലാ പാപങ്ങളും മായ്ച്ച് ദൈവത്തിന്റെ മുമ്പിൽ മക്കളും വിശുദ്ധന്മാരുമായിട്ട് നമ്മളെ നിർത്തും. നമ്മൾ എന്നേക്കും സന്തോഷിക്കും. ഈ ഭൂമിയിൽ നമ്മൾ സന്തോഷിക്കും, മരിക്കുമ്പോൾ സന്തോഷിക്കും, മരിച്ചതിന് ശേഷവും സന്തോഷിക്കും. നിത്യജീവൻ ഒരിക്കലും തീർന്നു പോകാത്ത സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്ഷ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ, നിന്റെ ചാരത്തുണ്ടല്ലോ. വിളിച്ചപേക്ഷിച്ച് ഈ രക്ഷയും സമാധാനവും കൈവശമാക്കിക്കൊള്ളുമെന്ന് പ്രസംഗിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. നിങ്ങളെ ദൈവം യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കുമാറാകട്ടെ.